സദാചാര ഗുണ്ടായിസത്തിന്റെ പേരിലും ഗുരുവായൂരിലേക്ക് കൊണ്ടുപോയ വെള്ളം തടഞ്ഞ സംഭവത്തിന്റെ പേരിലും നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ പ്രതിഷേധം. ഇരു സംഭവത്തിന്റെ പിന്നിലും പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ സംശയിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. സദാചാര ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സ്പീക്കർ സഭ നിർത്തിവെച്ചു. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, സദാചാര വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് സഭയിൽ ഉണ്ടായത്? സുരരാജ, കഴിഞ്ഞ ദിവസം മറൈൻ ഡ്രൈവിൽ ശിവസേനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ സദാചാര ഗുണ്ടായിസമാണ് ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് സഭയിൽ അവതരിപ്പിച്ചത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വിശദീകരണവും നൽകുകയും ചെയ്തു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തിയ വാക്കൌട്ട് പ്രസംഗത്തിൽ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന വെള്ളം, ചാവക്കാട് നിന്ന് കൊണ്ടുവന്ന വെള്ളം തടഞ്ഞതുമായി ബന്ധപ്പെട്ട ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് ഈ ചർച്ചകളെല്ലാം വഴിമാറിക്കൊണ്ട് വലിയ കലുഷിതമായ രംഗങ്ങൾ നിയമസഭയിൽ അരങ്ങേറുന്നതിന് കാരണമായത്. അതായത് കഴിഞ്ഞ ദിവസം ചാവക്കാട് നിന്നും 15,000 ലിറ്റർ ഗുരുവായൂരിലേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രസാദ ഊട്ടിനായി കൊണ്ടുവരികയുണ്ടായി. ഈ വെള്ളം പോലീസുകാർ നോക്കി നിൽക്കെ ചിലർ തടയുകയും അത് ഒഴുക്കിക്കളയുന്ന സാഹചര്യം ഉണ്ടായി. ഇതും ഒരു തരത്തിലുള്ള ഗുണ്ടായിസമാണ്. ഇതും ഈ വിഷയത്തോട് ചേർത്ത് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ചത്. SI നോക്കി നിന്ന വിഷയത്തെ ഗുരുതരമായി കാണണമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു. അതേസമയം തന്നെ ഈ സംഭവത്തിൽ ഗുരുവായൂർ MLA കൂടിയായ KV അബ്ദുൾ ഖാദർ തന്റെ ഭാഗം വിശദീകരിക്കുകയുണ്ടായി. അതായത് ഈ വെള്ളം കൊണ്ടുവരുന്നത് തടഞ്ഞതും അത് ഒഴുക്കിക്കളയാൻ നേതൃത്വം നൽകിയതും ഒരു കോൺഗ്രസ് കൗൺസിലറും ലീഗ് കൗൺസിലറുമാണ് എന്നായിരുന്നു KV അബ്ദുൾ ഖാദറിന്റെ വിശദീകരണം. എന്നാൽ ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് ചെന്നിത്തല ഈ സമയത്ത് പറയുകയുണ്ടായി. പ്രസാദ ഊട്ടിന് വെള്ളം കൊണ്ടുവരുന്നത് തടഞ്ഞതിനെ KV അബ്ദുൾ ഖാദർ എന്തിന് ന്യായീകരിക്കുന്നു എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. ഈ ചോദ്യത്തെ തുടർന്നാണ് സഭയിൽ വലിയ ബഹളവും വലിയ പ്രതിപക്ഷ ഭരണപക്ഷ പോരും തുടങ്ങിയത്. ഈ പ്രസ്താവന പിന്നീട് സ്പീക്കർ വിശദീകരണത്തിന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെയും ഒപ്പം KV അബ്ദുൾ ഖാദറിന്റെയും വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രസ്താവന പിന്നീട് സ്പീക്കർ സഭാരേഖകളിൽ നിന്ന് നീക്കുകയുണ്ടായി. സ്പീക്കർ ഈ പ്രസ്താവന സഭാരേഖകളിൽ നിന്ന് നീക്കിയത് ഉചിതമായ നടപടിയാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നീട് മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിനെ തുടർന്നാണ് വലിയ കലുഷിതമായ രംഗങ്ങളിലേക്ക് സഭ വീണ്ടും നീങ്ങിയത്. അതായത് കഴിഞ്ഞ ദിവസം ഗുരുവായൂരിലുണ്ടായ സംഭവങ്ങളും ഒപ്പം മറൈൻ ഡ്രൈവിലുണ്ടായ സംഭവങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ഇതെല്ലാം നാടകമാണെന്നാണ് കരുതേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശിവസേനക്കാരെ വാടകയ്ക്കെടുത്തതാണോ എന്നും ഇതിന് പിന്നിൽ പ്രതിപക്ഷത്തിന്റെ കൈകളുണ്ടോ എന്നും തനിക്ക് സംശയമുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനെ തുടർന്നാണ് വലിയ ബഹളം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്, വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ഭരണപക്ഷത്തിന് അടുത്തേക്ക് എത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ ഭരണപക്ഷാംഗങ്ങളും സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി ഇരുപക്ഷവും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കയ്യാങ്കളിയുടെ വക്കിലെത്തുന്ന സംഭവങ്ങളാണ് അല്പസമയം മുമ്പ് സഭയിൽ അരങ്ങേറിയത്. സ്പീക്കർ പലതവണ അനുനയന ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. സ്പീക്കർ ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങാൻ പലതവണ അംഗങ്ങളോട് ആവശ്യപ്പെട്ടെങ്കിലും അതും അവർ അനുസരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. വളരെ കലുഷിതമായ രംഗങ്ങളിലേക്ക്, നാടകീയമായ രംഗങ്ങളിലേക്ക് സഭ പോയ സാഹചര്യത്തിലാണ് സഭാ നടപടികൾ താൽക്കാലികമായി സ്പീക്കർ നിർത്തിവെച്ചത്. എന്തായാലും സദാചാര ഗുണ്ടായിസം ഉയർത്തിക്കാണിച്ച പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി. തുടർന്നുണ്ടായ ചർച്ചകളും വിശദീകരണങ്ങളും എല്ലാം ഗുരുവായൂർ സംഭവം പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ചതോടുകൂടി വഴിമാറുന്ന സാഹചര്യമാണ് സഭയിൽ ഉണ്ടായത്. എന്തായാലും നാടകീയമായ വലിയ കലുഷിതമായ രംഗങ്ങളാണ് സഭയിൽ അല്പസമയം മുമ്പ് അരങ്ങേറിയത്. ഇപ്പോൾ എന്തായാലും സഭ നിർത്തിവെച്ച് 20 മിനിറ്റോളം പിന്നിട്ടിരിക്കുന്നു. എന്തായാലും സദാചാര ഗുണ്ടായിസത്തെ ചൊല്ലിയുണ്ടായ വാദപ്രതിവാദങ്ങൾ മറ്റു വലിയ തർക്കത്തിലേക്ക് സഭയിൽ നീങ്ങുന്ന കാഴ്ചകളാണ് ഇന്ന് ശൂന്യവേളയിൽ സഭയിൽ നിന്ന് കാണാനായത്. സുരരാജ്, ഒപ്പം ഇക്കാര്യത്തിൽ സദാചാര ഗുണ്ടായിസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തു തരത്തിലുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. അവിടെ ഉണ്ടായ സംഭവത്തെ സർക്കാർ ഏത് വിധത്തിലാണ് കാണുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്? ജിതിൻ, കഴിഞ്ഞ ദിവസം മറൈൻ ഡ്രൈവിൽ ശിവസേനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ സദാചാര ഗുണ്ടായിസത്തിന്റെ കാര്യത്തിൽ സർക്കാർ നിലപാടും തന്റെ നിലപാടും മുഖ്യമന്ത്രി വളരെ വ്യക്തമായി തന്നെ സഭയിൽ വിശദീകരിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിരിഞ്ഞു പോകാനുള്ള ആജ്ഞ ധിക്കരിച്ചുകൊണ്ട് ശിവസേനക്കാർ തങ്ങളുടെ പ്രവൃത്തി അവിടെ തുടരുകയായിരുന്നു. ഇതിൽ 20 ശിവസേനക്കാർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. 8 പേരെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയുണ്ടായി. പോലീസുകാർ അത് തടയേണ്ടതായിരുന്നു. അത് തടയുന്ന നടപടി പോലീസുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഇത് സർക്കാർ ഗൗരവതരമായി തന്നെ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ സംഭവത്തിന് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന SIയെ സസ്പെൻഡ് ചെയ്യുകയും കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരെ സ്ഥലം മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ശിവസേനക്കാർക്കെതിരെ പോലീസിന്റെ ലാത്തി എന്തുകൊണ്ട് ഉയരുന്നില്ല എന്ന ചോദ്യമാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് ഹൈബി ഈഡൻ സഭയിൽ ചോദിച്ചത്. ഈ ചോദ്യം കോട്ട് ചെയ്തുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞു. ശിവസേനക്കാർക്കെതിരെ പോലീസിന്റെ ലാത്തി ഉയരുന്നു എന്ന ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ആരോപണം ഗൗരവതരമാണ്. അത് ഇനി ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നടപടികളും
കർശനമായ നടപടികൾ തന്നെ സർക്കാർ സ്വീകരിക്കും. അതായത് സദാചാര ഗുണ്ട ചമയുന്നവർക്കെതിരെയും ആ ഗുണ്ട നടപടികൾക്കെതിരെ നടപടിയെടുക്കാൻ അമാന്തിക്കുന്ന പോലീസുകാർക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. സദാചാര ഗുണ്ടകളെ ഗുണ്ടകളായി തന്നെ കണ്ടുകൊണ്ട് ഗുണ്ടാ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തി അവർക്കെതിരെ നടപടിയെടുക്കും. ഒപ്പം തന്നെ ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ ഉണ്ടായിരിക്കുന്ന സംഭവം ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗത്തുനിന്നുണ്ടായ സദാചാര ഗുണ്ടായുസമാണ്. അതായത് നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ കാപ്പ ചുമത്തില്ല എന്ന് സർക്കാർ നിലപാടെടുത്തിരുന്നു. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ പോലും കാപ്പ ചുമത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒപ്പം സദാചാര ഗുണ്ടായിസം പോലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ബസ് സ്റ്റാൻഡുകളിലും മറ്റും വനിതാ പോലീസുകാരെ കൂടുതലായി വിന്യസിക്കും. SPCകളുടെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ബോധവൽക്കരണ പ്രവർത്തനം നടത്തും. പിങ്ക് പോലീസ് പെട്രോളിംഗ് ഊർജിതമാക്കും തുടങ്ങി മറ്റു നടപടികളും മുഖ്യമന്ത്രി വിശദീകരിച്ചു. എന്തായാലും സദാചാര ഗുണ്ടകൾക്ക് അഴിഞ്ഞാടാൻ കേരളത്തിൽ ഇനി അവസരമൊരുക്കില്ല എന്നും ഇതിന് കർശനമായ നടപടിയെടുക്കുമെന്നും സദാചാര ഗുണ്ടകൾക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കുന്ന പോലീസുകാർക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാകും എന്നുമാണ് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയത്. സുരാജ്, ജിതിൻ, സഭയിൽ ഈ വിഷയത്തിൽ ഒരു ബഹളം ഉണ്ടാകാനുണ്ടായ കാരണം എന്താണ് ശരിക്കും? സുരാജ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ഞാനിപ്പോൾ പറഞ്ഞ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചത്. ഈ അനുമതി നിഷേധിച്ചതിനെ തുടർന്നുള്ള വാക്കൗട്ട് പ്രസംഗം നടത്തുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഈ സമയം കേരളത്തിലെ ആർക്കും എന്തും ആകാവുന്ന സ്ഥിതിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മറ്റു സംഭവങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാവ് കടന്നത്. കഴിഞ്ഞ ദിവസം ഗുരുവായൂരിലേക്ക് വെള്ളം കൊണ്ടുവന്നത് തടയുന്ന സാഹചര്യമുണ്ടായി. ഗുണ്ടകൾ ഇത് തടഞ്ഞപ്പോൾ പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു. ഇതും ഒരു തരത്തിലുള്ള സദാചാര ഗുണ്ടായസത്തോട് ചേർത്ത് വായിക്കേണ്ട പ്രവൃത്തിയാണ്. അതും അദ്ദേഹം സഭയിൽ ഉന്നയിക്കുകയായിരുന്നു. ഇത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ സാഹചര്യത്തിൽ ഇക്കാര്യം അന്വേഷിക്കാം, പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി അപ്പോൾ വിശദീകരിക്കുകയുണ്ടായി. തുടർന്നാണ് സ്ഥലം MLA കൂടിയായ KV അബ്ദുൽ ഖാദർ MLA സംഭവം വിശദീകരിച്ചത്. അതായത് ചാവക്കാട് നിന്നും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് 15,000 ലിറ്റർ വെള്ളം കൊണ്ടുവരികയായിരുന്നു. ചാവക്കാട് തന്നെ ജലദൗർലഭ്യമുള്ള സാഹചര്യത്തിലായിരിക്കാം ഇത് തടയുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ വെള്ളം കൊണ്ടുവരുന്നത് തടയാനും അത് ഒഴുക്കിക്കളയാനും നേതൃത്വം നൽകിയത് കോൺഗ്രസ് ലീഗ് കൗൺസിലർമാരാണ് എന്നായിരുന്നു വ്യക്തമായ വിശദീകരണം KV അബ്ദുൽ ഖാദറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ ഇത്തരത്തിൽ വിശദീകരിച്ചുകൊണ്ട് ഗുരുവായൂരിന്റെ പ്രസാദൂട്ടിന് വെള്ളം കൊണ്ടുവന്നത് തടഞ്ഞതിനെ KV അബ്ദുൽ ഖാദർ ന്യായീകരിക്കുകയാണോ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വ്യംഗ്യാർത്ഥത്തിലുള്ള ചോദ്യം. ആ സമയത്ത് തന്നെ ഭരണപക്ഷാംഗങ്ങളുടെ ഭാഗത്തുനിന്നും ഇതിനെതിരെ പ്രതിഷേധമുയർന്നിരുന്നു. തുടർന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. സംഭവം തന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ്. ഇക്കാര്യം പരിശോധിക്കുമെന്നും നടപടിയെടുക്കുമെന്നാണ് ദേവസ്വം മന്ത്രി പറഞ്ഞത്. തുടർന്നും അബ്ദുൽ ഖാദർ തന്റെ ഭാഗം വളരെ വ്യക്തമായി തന്നെ ന്യായീകരിച്ചു. കോൺഗ്രസ് ലീഗ് കൗൺസിലർമാരുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് KV അബ്ദുൽ ഖാദർ ഇക്കാര്യം വിശദീകരിച്ചത്. കണ്ടാണശ്ശേരി SIയുടെ നേതൃത്വത്തിൽ SI ആണ് ഈ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായി KV അബ്ദുൽ ഖാദർ വിശദീകരിക്കുകയുണ്ടായി. തുടർന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന രേഖകളിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന രേഖകളിൽ നിന്ന് മാറ്റിയത് ഉചിതമായ നടപടി തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഗുരുവായൂരിലുണ്ടായതും ഒപ്പം മറൈൻ ഡ്രൈവിലുണ്ടായ സംഭവങ്ങളും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇതെല്ലാം ഒരു നാടകമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശിവസേനക്കാരെ ആരെങ്കിലും വാടകയ്ക്കെടുത്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശിവസേനക്കാരുടെ ആക്രമണത്തിന് പിന്നിൽ പ്രതിപക്ഷത്തിന്റെ കൈകളില്ലേ, അല്ലെങ്കിൽ പ്രതിപക്ഷമല്ലേ അത് വാടകയ്ക്കെടുത്തത് എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ പ്രസ്താവനയാണ് വലിയ ബഹളത്തിന് കാരണമായത്. പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിച്ചു. സ്പീക്കറുടെ എല്ലാ അനുനയന ശ്രമങ്ങളും വിഫലമാക്കിക്കൊണ്ട് അവർ വളരെ മുന്നോട്ട് വന്നു. ഭരണപക്ഷത്തിന്റെ അടുത്തേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഭരണപക്ഷാംഗങ്ങളും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. തുടർന്ന് ഇരുപക്ഷവും സഭയുടെ നടുത്തളത്തിൽ കയ്യാങ്കളിയുടെ വക്കോളം എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വലിയ ബഹളമാണ് ആ സമയത്ത് സഭയിലുണ്ടായത്. സ്പീക്കർ പലതവണ അനുനയന ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങാൻ സ്പീക്കർ പലതവണ അഭ്യർത്ഥിച്ചെങ്കിലും അംഗങ്ങൾ ആരും തന്നെ അത് അനുസരിച്ചില്ല. തുടർന്ന് ഏറെ നേരം ഈ കലുഷിതമായ അവസ്ഥ സഭയിൽ നീളുകയുമുണ്ടായി. തുടർന്നാണ് സഭാ നടപടികൾ നിർത്തിവെക്കാൻ സ്പീക്കർ നിർബന്ധിതനായത്. അങ്ങനെ സഭാ നടപടികൾ നിർത്തിവെച്ചിട്ട് ഇപ്പോൾ ഏകദേശം അരമണിക്കൂറോളം പിന്നിടുകയാണ്. ജിതിൻ, നിലവിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ്? സുരരാജ്, സഭ നിർത്തിവെച്ച ശേഷം ഇപ്പോൾ സ്പീക്കർ ഉഭയകക്ഷി ചർച്ചകൾ കക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രതിപക്ഷം ഇനി എന്ത് നിലപാടായിരിക്കും കൈക്കൊള്ളുക എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രതിപക്ഷത്തിനെ വളരെയധികം പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നതായിരിക്കും അവരുടെ പക്ഷം. അതായത് മറൈൻ ഡ്രൈവിൽ ശിവസേനക്കാരെ പ്രതിപക്ഷം വാടകയ്ക്കെടുത്തതാണോ എന്ന് മുഖ്യമന്ത്രി സംശയിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതാണ് പ്രതിപക്ഷത്തെ പ്രകോപിതരാക്കിയത്. അതുകൊണ്ട് തുടർന്നുള്ള നിമിഷങ്ങളിൽ സഭ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക എന്ന്, പ്രതിപക്ഷം ഏത് നിലപാടായിരിക്കും കൈക്കൊള്ളുക എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണോ നിലവിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. മുഖ്യമന്ത്രി തന്റെ പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും പ്രതിപക്ഷം സഭയിലേക്ക് ഇനി എത്തുക എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി മുഖ്യമന്ത്രി പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാകുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും സദാചാര ഗുണ്ടായുസത്തിൽ ആരംഭിച്ച ചർച്ച ഗുരുവായൂരിലെ വെള്ളം തടഞ്ഞതും ഒഴുക്കിക്കളഞ്ഞതുമായ വിഷയം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതിനെ തുടർന്ന് ആ ചർച്ച തന്നെ വഴിമാറി മറ്റു വലിയ വാദപ്രതിവാദങ്ങളും സഭയിൽ തന്നെ നാടകീയമായ രംഗങ്ങൾ ഉണ്ടാവുന്ന സംഭവങ്ങളുമൊക്കെയാണ് സഭയിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സഭ ഏറെക്കാലത്തിന് ശേഷം വലിയ രീതിയിൽ കലുഷിതമാവുന്ന കാഴ്ചയാണ് ഇന്ന് കാണാനായത്. അതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ സഭാ നടപടികൾ നിർത്തിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ജിതിൻ, പ്രതിപക്ഷ ബഹളം എന്നതിനപ്പുറത്തേക്ക് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ വാക്കേറ്റം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് സഭയിൽ കാര്യങ്ങൾ പോവുകയുണ്ടായോ? ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തെ പോലെ തന്നെ ഭരണപക്ഷത്തെയും പ്രകോപിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? സുരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷത്തിനൊപ്പം ഭരണപക്ഷവും വലിയ പ്രതിഷേധവുമായി സഭയുടെ നടത്തത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി. വാക്കേറ്റത്തിനപ്പുറം കയ്യാങ്കളിയിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ നീളുന്ന സാഹചര്യവും സഭയിൽ ഉണ്ടാവുകയുണ്ടായി. നടുത്തളത്തിലിറങ്ങി ഇരുപക്ഷവും നേർക്കുനേർ നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഭരണപക്ഷത്തെ പ്രകോപിപ്പിച്ചത് തീർച്ചയായും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രസ്താവനയാണ്. അതായത് ഗുരുവായൂരിലെ പ്രസാദ ഊട്ടിന് കൊണ്ടുവന്ന വെള്ളം തടഞ്ഞതിനെ, അത് ഒഴുകിക്കളഞ്ഞതിനെ KV അബ്ദുൽ ഖാദർ എന്തിന് ന്യായീകരിക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. ഇതാണ് ഭരണപക്ഷത്തു നിന്നും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. അതിനെ തുടർന്നാണ് ഈ ചർച്ചകളെല്ലാം തന്നെ ഉണ്ടായതും. ഇതാണ് വലിയ ഭരണപക്ഷ പ്രതിപക്ഷ കയ്യാങ്കളിയുടെ വക്കിലെത്തിയ പോരിന് സഭയുടെ നടുത്തളം സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യമുണ്ടായതും സഭ വലിയ രീതിയിൽ കലുഷിതമാവുന്ന സാഹചര്യമുണ്ടായതും ഈ പ്രസ്താവനയെ തുടർന്നാണ്. ഗുരുവായൂരിലെ സംഭവം ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് സദാചാര ഗുണ്ടായസത്തിലെ ചർച്ചകളെല്ലാം തന്നെ വഴിമാറിക്കൊണ്ട് വലിയ കലുഷിതമായ രംഗങ്ങളിലേക്ക് സഭ വഴിമാറാൻ കാരണമായതും. ജിതിൻ, ഈ രണ്ട് സംഭവങ്ങളിലും പ്രതിപക്ഷത്തിന്റെ ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് ഉണ്ട് എന്ന് മുഖ്യമന്ത്രി ആരോപിക്കാനിടയായ ഒരു സാഹചര്യം എന്താണ്? അതിന് ഉപോത്ബലകമായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സുരാജ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുവായൂരിലേക്ക് കൊണ്ടുവന്ന വെള്ളം തടഞ്ഞതും അത് ഒഴുകിക്കളയാൻ നേതൃത്വം നൽകിയതും കോൺഗ്രസ് ലീഗ് കൗൺസിലർമാരാണ് എന്ന് KV അബ്ദുൽ ഖാദർ വളരെ വ്യക്തമായി തന്നെ വിശദീകരിച്ചിരുന്നു. ഇതിനെ പിൻപറ്റിയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ നടന്ന ഈ സംഭവങ്ങളും ഒപ്പം മറൈൻ ഡ്രൈവിലുണ്ടായ കാര്യങ്ങളും എല്ലാം എടുക്കുമ്പോൾ ഇത് നാടകമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ശിവസേനക്കാരെ, മറൈൻ ഡ്രൈവിലെ ശിവസേനക്കാരെ ആരെങ്കിലും വാടകയ്ക്കെടുത്തതാണോ എന്ന് തനിക്ക് സംശയമുണ്ട്. ഇതിനു പിന്നിൽ പ്രതിപക്ഷത്തിന്റെ കൈകളുണ്ടോ എന്നും സംശയമുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഗുരുവായൂരിലെ സംഭവം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി, അതിനെ ഉപോത്ബലകമായി എടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. ഇതെല്ലാം നാടകമാണോ എന്ന് മുഖ്യമന്ത്രി തനിക്ക് സംശയമുള്ളതായാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചതും. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തെ നിലവിൽ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഏതുവരെയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജിതിൻ? രാജ്യസഭ താൽക്കാലികമായി നിർത്തിവെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറിലേറെ സമയം പിന്നിട്ടിരിക്കുന്നു. ഈ സമയത്ത് തന്നെ പ്രതിപക്ഷ കക്ഷി നേതാക്കളോടക്കം എല്ലാ കക്ഷി നേതാക്കളോടും സ്പീക്കർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തീരുമാനമായിരിക്കും പ്രതിപക്ഷം ഇനി കൈക്കൊള്ളുക, എന്ത് നിലപാടായിരിക്കും പ്രതിപക്ഷം ഇനി സഭയിലെടുക്കുക എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ശരി, ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭയിൽ രണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ബഹളവും വാക്കേറ്റവും നടന്നിരിക്കുന്നു. കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ജിതിൻ ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ബഹളത്തെ തുടർന്ന് നിയമസഭ നിർത്തിവെച്ചു. സഭ വീണ്ടും സമ്മേളിക്കാനായി പ്രതിപക്ഷത്തെ അനുനയിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. രാവിലെ ശിവസേനയുമായി ബന്ധപ്പെട്ട ശിവസേനയുടെ സദാചാര ഗുണ്ടായിസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് വാക്കേറ്റവും ബഹളവും ഉണ്ടായത്.